അവനെ പിടിച്ച് ഇവര് കയ്യോ കെട്ടി അവര് പോലീസിന്റെ സഹായത്തോടെ അവര് തല്ലി തകർത്ത്. അവർ ഈ കാർ വാഷ് മൊത്തം അടിച്ചു പൊളിക്കുകയാണ് ഉണ്ടായത്. നല്ല സാന്നിധ്യത്തിൽ അവർ കാർ വാഷ് അടിച്ചു പൊളിച്ച് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ കാലഘട്ടത്തിൽ MDMA ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുകൂസും ആളുകളും സമൂഹം മൊത്തം ഒറ്റപ്പെടുത്തും എന്നുള്ളൊരൊറ്റ പ്രതീക്ഷ കൊണ്ട് മാത്രം അവർ വെറുതെ ഒരു അലഗേഷൻ ഉണ്ടാക്കിയിട്ടതാണ് ഈ MDMA ആണെന്നുള്ളത്. അതെ, കാരണം അവർ വരുന്നത്, പോലീസ് വരുന്നത് തന്നെ ഇവര് വടി പിടിച്ചിട്ട് അവിടെ നിൽക്കുന്നതൊന്നും വിഷയമാക്കാതെ ഞങ്ങളെ നേരേക്കാണ് ഓടിക്കയറുന്നത്. വ്യക്തിവൈരാഗ്യമാവാം അവരിങ്ങനെ ചെയ്യുന്നത്. ഇത് ഒരിക്കലും ഈ ഒരു കാർ തട്ടിയത് മാത്രമായിട്ടുള്ളൊരു പ്രശ്നമല്ല. ഇവർക്ക് കാലങ്ങളായിട്ടുള്ള ഒരു ഈഗോ വർക്കൗട്ട് ആയതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിൽ ഞങ്ങളിവിടെ ഈ ഇഷ്യൂ ഉണ്ടാകുന്നതിൻ്റെ മുമ്പ്, അതായത് ഇവിടെ അപ്സര ഹോട്ടൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഹോട്ടലുണ്ട്. അതായത് ഈ ലൊക്കേഷനിൽ നിന്ന് ഒരു 1.5 കിലോമീറ്റർ ബാക്കിലുള്ള ഒരു ഹോട്ടലാണ്. ഞങ്ങൾ മണ്ണാർക്കാട് ഭാഗത്തു നിന്ന് ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന വഴി ഞങ്ങൾ മെയിൻ റോഡിൽ വരികയായിരുന്നു. അപ്പോൾ ഒരു പോക്കറ്റ് റോഡിൽ നിന്ന് ഒരു വൈറ്റ് ഡിസയർ റിവേഴ്സ് എടുത്ത് മെയിൻ റോഡിലേക്ക് കയറി. ഞങ്ങൾ കാറിൻ്റെ റൈറ്റ് ബാക്ക് ഡോറിൽ മൊത്തം സ്ക്രാച്ചായി. അപ്പം അതിന് തുടർന്നൊരു സംസാരം അവിടെ ഉണ്ടായി. ഒരു വാക്കേറ്റം പോലെ കുറച്ച് കാര്യങ്ങളുണ്ടായി. അവസാനം ഞങ്ങളത് പറഞ്ഞ് കോംപ്രമൈസ് ചെയ്ത് ഞങ്ങൾ എന്ത് വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ചെയ്തു തരാമെന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടുന്ന് പോന്നു. നിങ്ങളുടെ ഭാഗത്താണോ വാഹനം എടുത്തപ്പോൾ തെറ്റുണ്ടായിരുന്നത്? ഞങ്ങൾ മെയിൻ റോഡിൽ വരികയായിരുന്നു. അവരാണ് റിവേഴ്സ് എടുത്ത് മെയിൻ റോഡിലേക്ക് കയറ്റിയത്. നോക്കാതെ റിവേഴ്സ് എടുത്ത് ഇറക്കി. ഞങ്ങളെ ബാക്ക് റൈറ്റ് ഡോറിൽ മൊത്തം സ്ക്രാച്ചായി ഞങ്ങളെ കാറിൽ. അതിനുശേഷം നിങ്ങളുമായിട്ട് അവിടെ ഒരു വാക്ക് തർക്കം ഉണ്ടായി. അതിനുശേഷം പിന്നീട് നിങ്ങൾ തമ്മിൽ ആ വിഷയം അവിടെ പറഞ്ഞു തീർക്കുകയും ചെയ്താണ്? അതെ, അവിടുന്ന് ഒരു സംസാരം ഉണ്ടായി. ഞങ്ങളെ കാറിനാണ് കൂടുതൽ പ്രശ്നം. ഞങ്ങൾ അതിന് എന്ത് വേണമെന്നുണ്ടെങ്കിൽ, ഇനി നിങ്ങളിന് എന്ത് വേണമെന്നുണ്ടെങ്കിൽ നാളെ ഒക്കെ ഇവിടുന്ന് ഏകദേശം ഒരു 3 കിലോമീറ്റർ അപ്പുറത്തുള്ള നാട്ടുകാരാണ്. അപ്പോൾ അതിനു വേണ്ടി എന്തെങ്കിലും സംസാരിക്കാന്നുള്ളത് പറഞ്ഞ് ഞങ്ങൾ അവിടുന്ന് പോന്നു. അത് കഴിഞ്ഞ് ഒരു അരമണിക്കൂർ കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ. സംഭവം നടക്കുന്നത് എത്ര മണിക്കാണ്? ഒരു 8:30 ആ ടൈമാണ്. അപ്പം അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഇങ്ങോട്ട് വന്നു. ഒരു അരമണിക്കൂർ കഴിഞ്ഞ് ഒരു സംഘം ഒരു 30-35 പേര് ഒരു ഇന്നോവ കാറിലൊക്കെ ആയിട്ട് നേരെ ഇങ്ങോട്ട് വരുന്നു. ഞങ്ങൾ നേരെ അപ്പുറത്ത് വിറക് പേട്ടുണ്ട്. അവര് ഒരുപാട് വാഹനങ്ങളിലാണ്. അതെ. ഒരു കാറാണ് ഇങ്ങോട്ട് ഇറക്കിയത്, ഒരു ഇന്നോവ കാറ് മാത്രമാണ് ഈ ഭാഗത്തേക്ക് ഇങ്ങോട്ട് ഇറക്കിയത്. ബാക്കി വാഹനങ്ങളൊക്കെ അത് നമ്മുടെ CCTVയുടെ ബാക്കിലാണ് പാർക്ക് ചെയ്തത്. അതുകൊണ്ട് അവരെ വാഹനങ്ങൾ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല വീഡിയോയില്. വാഹനങ്ങൾ കൂടി കാണാതിരിക്കാനായിരിക്കണം അതെ. അവരൊരു സേഫ് സോണിൽ വെക്കുക എന്നുള്ളത് കൊണ്ടാവണം വന്നിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് നേരെ അവര് വടികളും കമ്പികളും ഒക്കെ ആയിട്ട് അവർ നേരെ വന്നു. ആ വീഡിയോയിൽ ദൃശ്യം വളരെ വ്യക്തമാണ്. അവർ നേരെ വരുന്നു. അവർ കാറിന്റെ ബാക്ക് ഡിക്കിയിലുള്ള ഗ്ലാസ് അടിച്ചോടിക്കുന്നു. അവിടെ ഇവര് നിൽക്കുന്ന ഏരിയയിലുള്ള എല്ലാവരും ചെക്കന്മാരെ, എന്നെ അടക്കമുള്ളവരെയൊക്കെ അവർ അടിച്ച് തകർക്കുന്നു, നെറ്റിയിൽ മുറിയാക്കുന്നു. അപ്പൊ അവിടെ നിന്ന് ഉണ്ടായ ഒരു സംഘർഷത്തിന്റെ പേരിലാണ് അവർക്ക് പരിക്ക് പറ്റിയെന്ന് പറയുന്നവര്. അത് കഴിഞ്ഞ് അവരിൽ ആർക്ക് പരിക്ക് പറ്റിയെന്നാണ് ഇവര് പറയുന്നത്? അവരുടെ ശരിക്കുള്ള പേര് എനിക്കറിയില്ല. 2 പേരാണുള്ളത്. ഒരു കുഞ്ഞിപ്പ അങ്ങനെ എന്തോ ആണ് അവരങ്ങനെയാണ് പേര് പറഞ്ഞത്. എനിക്ക് കറക്റ്റായിട്ട് പേര് എനിക്ക് ഓർമ്മയില്ല. അവരുടെ നിക് നെയിംസ് എനിക്കറിയുള്ളൂ. ഓക്കെ, അപ്പോൾ അവർക്ക് പരിക്കേറ്റു എന്ന് പറഞ്ഞിട്ടാണ് അവർ പരാതി കൊടുത്തിരിക്കുന്നത്? അതെ. ഇതിലെന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇത് ഇങ്ങനെ ഒരു വാക്ക് തർക്കം ഏകദേശം 1 മണിക്കൂറോളം അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഒരു ഇഷ്യൂ കഴിഞ്ഞതിന് ശേഷം ശരി തിരിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുക എന്നുള്ളതല്ലാതെ പിന്നെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അത് CCTVയിൽ വളരെ വ്യക്തമാണ്. ആ പ്രശ്നം കഴിഞ്ഞ് ഏകദേശം 1.5 മണിക്കൂറൊക്കെ കഴിഞ്ഞ് പോലീസ് വന്ന ഉടനെ ഞങ്ങളൊക്കെ ഇവിടുന്ന് മാറി നിൽക്കുകയും, പോലീസ് വന്ന ഉടനെ അവരെന്ത് ചെയ്തു, അവരും പോലീസും കൂടെ കൂടിയിട്ട് ഇവിടെ ഉണ്ടായിരുന്ന എൻ്റെ സുഹൃത്ത് നിഹാലിന്റെ ഫാദർ ഫിറോസ് ഖാനെ മൂപ്പരെ പിടിക്കുകയും, പിന്നെ മൂപ്പരെ കൂടെ ഉണ്ടായിരുന്ന അവരുടെ ഒരു ഇളയമാനെ അവനെ പിടിച്ച് ഇവര് കയ്യോ കെട്ടി അവര് പോലീസിന്റെ സഹായത്തോടെ അവര് തല്ലി തകർത്ത്. തല്ലിയാണ് ഉണ്ടായത്. ഈ രണ്ടുപേരെ ഒരു വലിയൊരു സംഘവും പോലീസും കൂടി ചേർന്ന് മർദ്ദിക്കാണ് ഉണ്ടായത്. അത് വീഡിയോയിൽ വളരെ വ്യക്തമാണ്. അത് കഴിഞ്ഞ് ഞങ്ങളിവിടെ ഒരു കാർ വാഷിന്റെ ഫ്രണ്ടിലാണ് ഈ പ്രശ്നം ഉണ്ടായത്. ഈ കാർ വാഷിന്റെ ഓണറേയും ഈ വന്ന സംഘം അടിച്ചു തകർത്തിട്ടുണ്ട്. അവന്റെ കയ്യിലും കാലിലും ഒക്കെ അത്യാവശ്യം മുറിയായിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഈ പോലീസ് ഇവിടെ ഉണ്ടാവുമ്പോൾ തന്നെ അവർ ഈ കാർ വാഷ് മൊത്തം അടിച്ചു പൊളിക്കുകയാണ് ഉണ്ടായത്. നല്ല സാന്നിധ്യത്തില് അവർ കാർ വാഷ് അടിച്ചു പൊളിച്ച് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ നാശനഷ്ടം ഉണ്ടാക്കിയ ഈ ഒരു കേസ് ഇവരെന്ത് ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ കേസ് കൊടുക്കാൻ വേണ്ടി ഈ പോലീസ് സ്റ്റേഷനിൽ പോയപ്പോൾ ഇവന്റെ കേസ് എടുത്തിട്ടുണ്ടായിരുന്നില്ല.
ഞങ്ങൾ SP-ക്കും DYSP-ക്കും എല്ലാം പരാതി കൊടുത്ത് പല പ്രശ്നങ്ങളും ഉണ്ടാക്കി സമരങ്ങൾ നടത്തുന്നവരെ എത്തിയിട്ടാണ് ഇവൻ്റെ കേസ് വരെ എടുക്കാൻ അവർ തയ്യാറായിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങളുടെ സുഹൃത്തും അതുപോലെ തന്നെ സുഹൃത്തിൻ്റെ സഹോദരനും ഒക്കെ MDMA-യുടെ ആളുകളാണെന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ അതിലെന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ? അത് അവർക്ക് ജയിക്കാൻ വേണ്ടി അവർ പച്ചക്കള്ളം തുറന്നു പറയുന്നതാണ്. അവർക്ക് വേറെ അവരെ വിചാരം അവരിങ്ങനെ വീഡിയോ ഉണ്ടാക്കി അവരൊരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ അവർ ഏകദേശം നമ്മളെല്ലാവരും വെള്ളം കുടിക്കും, നമ്മളെല്ലാവരും മിണ്ടാതിരിക്കും എന്നുള്ളത് കൊണ്ട് അങ്ങനെ നമ്മുടെ ഈ CCTV ദൃശ്യം ഇവിടുന്ന് പുറത്ത് വിടുന്നുള്ളത് അവർ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അവർ ഇങ്ങനെ ഇവിടെ വന്ന് ഫസ്റ്റ് ഇവരെ ഞങ്ങളെല്ലാം തല്ലി ചതച്ച് അങ്ങനെ ഇഷ്യൂ ആക്കി ഞങ്ങൾ ഇത്രയും ആൾക്കാരെ അറിയിക്കും എന്നുള്ളത് ഈ CCTV പുറത്തു വരുന്നുള്ളത് അവർക്ക് അറിയില്ലായിരുന്നു. അതിനുശേഷമാണ് അവർ ഈ MDMA ആണ്, ഈ കാലഘട്ടത്തിൽ MDMA ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുകൂസും ആളുകളും സമൂഹം മൊത്തം ഒറ്റപ്പെടുത്തും എന്നുള്ളൊരൊറ്റ പ്രതീക്ഷ കൊണ്ട് മാത്രം അവർ വെറുതെ ഒരു അലഗേഷൻ ഉണ്ടാക്കിയിട്ടതാണ് ഈ MDMA ആണെന്നുള്ളത്. അപ്പോൾ അതിൽ യാഥാർത്ഥ്യങ്ങളൊന്നുമില്ല. അവർ പറഞ്ഞത് ഞങ്ങളെല്ലാം MDMA പ്രതികളാണെന്നൊക്കെയാണ്. അവരോട് എൻ്റെ ഉമ്മയും അനിയത്തിയും ഞങ്ങൾ ഫാമിലിയിലുള്ളവരെല്ലാവരും മനുഷ്യാവകാശ കമ്മീഷനും ബാക്കിയുള്ളതും പരാതി കൊടുക്കാമെന്നും പല പരാതികൾ കൊടുത്തിട്ടുമുണ്ട്, കാര്യങ്ങൾ ചെയ്തിട്ടുമുണ്ട്. ഞങ്ങൾ ഏത് അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇതിൽ MDMA പ്രതികളാണെന്നുള്ളതും ഇവർ ഉപയോഗിക്കണമെന്നുള്ളതും അവരെന്ത് അടിസ്ഥാനത്തിലാണ് പറഞ്ഞതെന്നുള്ളതിനുള്ള തെളിവുകൾ ഞങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ അവർ മറുപടികളൊന്നും തന്നെ ഇല്ല, ഒന്നും തന്നിട്ടില്ല. അതിനുശേഷം അവർ ഒന്നും സംസാരിച്ചിട്ടില്ല. ഇവിടെ നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഈ സംഘർഷങ്ങൾ തുടങ്ങുന്നതിൽ പ്രധാനപ്പെട്ട ഒരു വ്യക്തി എന്ന് പറയുന്നത് ഒരു പാക്കത്തി യൂസ് എന്ന് പറയുന്ന ഒരു വ്യക്തി. അവരൊക്കെ ആയിട്ടാണ് പിന്നെ ഇഷ്യൂസ്. അപ്പോൾ അതിൽ ആ വിഷയത്തിൽ ആരൊക്കെയാണ് ഉണ്ടായിരുന്നത്? അന്ന് ശരിക്കും നിങ്ങളെ ഇവിടെ മർദ്ദിക്കാൻ എത്തുന്ന സംഘത്തിൽ ആരൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്? അത് അന്ന് എത്തിയതിൽ ഈ പറഞ്ഞ വ്യക്തികളാണുള്ളത്. ഈ പാക്കത്ത് യൂസ് സുബി ഇവരൊക്കെ എത്തിയ ടൈമിനൊക്കെ ഞങ്ങൾ ഇവിടുന്ന് മാറിയിട്ടുണ്ട്. അവർ ആ CCTV നേരെ എന്താണ് ഈ സുബി ബാക്കിയുള്ളവരൊക്കെ ഇവിടെ എത്തുന്നത്, ഈ സുബൈർ ബാക്കിയുള്ളവരൊക്കെ ഇവിടെ എത്തുന്നത് ഈ പോലീസ് എത്തിയതിന് ശേഷമാണ്. ഞങ്ങളൊക്കെ ഇവിടുന്ന് മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഇവിടുന്ന് മാറാനുണ്ടായ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു സംഘർഷാവസ്ഥ മുൻനിർത്തിയിട്ട് പോലീസ് വന്നതുകൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് മാറിയെന്ന് തന്നെയാണ്, പേടിച്ചിട്ട് മാറിയുന്നതാണ്. പോലീസിന്റെ മുൻകഴിഞ്ഞിട്ടുള്ള സ്വഭാവങ്ങളൊക്കെ ഈ വിഷയത്തിൽ നിങ്ങൾക്ക് മുൻകൂട്ടി അറിയാവുന്നതുകൊണ്ട്. അതെ, കാരണം പോലീസ് വരുന്നത് തന്നെ ഇവര് വടി പിടിച്ചിട്ട് അവിടെ നിൽക്കുന്നതൊന്നും വിഷയമാക്കാതെ ഞങ്ങളെ നേരേക്കാണ് ഓടിക്കയറുന്നത്. ഇതിന്റെ മുന്നേ ഒരു തമ്മിലൊരു അണ്ടർസ്റ്റാൻഡിങ് ഉള്ള പോലത്തെ ഒരു ഡീലായിരുന്നു ഇവിടെ വന്നിട്ടുണ്ടായത്. അതായത് ഇവിടെ പോലീസ് എത്തുന്നതിന് മുൻപ് തന്നെ നിങ്ങളെ മർദ്ദിക്കാനും എത്തുന്നതിന് മുൻപ് പോലീസുമായിട്ട് ഒരു ധാരണ ഉണ്ടായ പോലെയാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്തത്. കാരണം അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ അന്ന് ഞങ്ങൾ ആ FIR വ്യക്തമായിട്ടുണ്ട്, അവർക്ക് ഇൻഫർമേഷൻ കിട്ടിയിട്ടുള്ളത് അവർ വന്നിട്ടുള്ളത് സെപ്റ്റംബർ 1 7 AM അവർ പറയണത്. പക്ഷെ ഞങ്ങളെ CCTV ദൃശ്യത്തിൽ വ്യക്തമാണ് പോലീസ് ഇവിടെ ഉള്ളത്. പോലീസ് ഏകദേശം 11:30 ഇവിടെ പോലീസ് ഇവിടെ എത്തിയിട്ടുണ്ട്. 31-ാം തീയതി രാത്രി എത്തിയിട്ടുണ്ട് ഇവിടെ. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് പോലീസിന് എന്താണ് അവർക്ക് ഇൻഫർമേഷൻ കിട്ടിയ ടൈം കറക്റ്റായിട്ട് എക്സാക്ട് ടൈം കൊടുക്കായിരുന്നത്. അവരൊരു ദിവസം നൈറ്റ് ഈ പറയപ്പെടുന്ന ഫിറോസ് ഖാനെ കസ്റ്റഡിയിൽ വെച്ച് അവർക്ക് വേണ്ടപ്പെട്ട ട്രീറ്റ്മെൻറ്റും കൊടുക്കാതെ അവരെ ഈ ലെവലിൽ ചെയ്ത് ഞങ്ങൾ ആവശ്യം എത്ര ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ എത്ര നല്ലവരാണെന്നൊന്നും പറയുന്നില്ല. പക്ഷേ ഞങ്ങൾക്ക് എതിരെ കേസ് കൊടുത്ത് ഞങ്ങളെതിരെ കൊടുക്കേണ്ട റിട്ടേൺ കേസുകളോ കാര്യങ്ങളോ ഇപ്പോൾ ഇതിന് സെപ്പറേറ്റ് ആയിട്ടുള്ള ഇവൻ്റെ കാർ വാഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ സ്ഥാപനം അടിച്ചു പൊളിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കംപ്ലൈൻറ്റ് കൊടുക്കുമ്പോൾ ഞങ്ങളത് റിട്ടേൺ കേസാണ്, ഓക്കെ ഞങ്ങൾ പ്രതികൾ ഒളിവിലാണെന്ന് കണക്കിലെടുക്കാം. ഈ കാർ വാഷ് അടിച്ചൊടിച്ചിട്ട് ഈ കാർ വാഷിൻ്റെ ഇവർ അടിച്ചൊടിച്ചു നാശനഷ്ടം ഉണ്ടാക്കി എന്നുള്ളതിൻ്റെ എന്തുകൊണ്ട് അവർ കേസ് എടുത്തില്ല? അപ്പോൾ കാർ വാഷിൻ്റെ കേസിലും നിങ്ങൾ കാർ വാഷിൻ്റെ വിഷയത്തിൽ കേസ് കൊടുക്കാൻ എത്തിയ കേസ് പോലും അവരൊരിക്കലും കേസ് എടുക്കാൻ ആയിരുന്നില്ല. ആദ്യഘട്ടങ്ങളിൽ തയ്യാറായിരുന്നില്ല. പിന്നെ ഞങ്ങൾ അടുത്ത പ്രൊസീജിയേഴ്സും ഞങ്ങൾ വക്കീലിനെ കണ്ട് നിയമോപദേശമൊക്കെ തേടിയതിന് ശേഷമാണ് ഞങ്ങളുടെ ഈ ഒരു കാർ വാഷ് അടിച്ചു പൊളിച്ചതിൻ്റെ കേസ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ നിലവിൽ ആ കേസിലെ പ്രതികളെ ആരെങ്കിലും പിടികൂടിയിട്ടുണ്ടോ പോലീസ്? ഇല്ല, അവർക്കെതിരെ ഒരു നടപടിയും ഞാൻ ഇതുവരെ പ്രത്യക്ഷത്തിൽ എടുത്തിട്ടില്ല. ആ വിഷയത്തിൽ FIR ഇട്ടിട്ടുണ്ട്. FIR ഇട്ടിട്ടുണ്ട്. പക്ഷേ പ്രതികളെ ഒന്ന് ചോദ്യം ചെയ്യാൻ പോലും പോലീസ് ചെയ്തിട്ടില്ല. ഞങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല, ഞങ്ങളൊന്നും അറിയിച്ചിട്ടില്ല. അപ്പോൾ പരാതിക്കാരെന്നുള്ള നിലയിൽ നിങ്ങളെയും പോലീസ് ഈ കാർ വാഷിന്റെ ഉടമയും പോലീസ് അറിയിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങളുടെ ഒരു ആവശ്യം എന്ന് പറയുന്നത് ഈ വിഷയത്തിൽ നിങ്ങളുടെ സുഹൃത്തിനെയും അതുപോലെ തന്നെ സുഹൃത്തിന്റെ പിതാവിനെയും പോലീസ് മർദ്ദിച്ചിട്ടുള്ള ഈ സംഭവത്തിൽ കർശനമായിട്ടുള്ള ഒരു നടപടി ആവശ്യമാണ് എന്നുള്ളത്. കർശനമായിട്ടുള്ള നടപടി ആവശ്യമാണ്. ഇത് ഞങ്ങൾ ഈ കാര്യങ്ങൾ ഞങ്ങൾ സംസാരിച്ചു. ഞങ്ങൾ നിരീഷ് മാത്യു എന്ന് പറഞ്ഞില്ല, ഹൈക്കോടതിയിലെ വക്കീലായിരുന്നു, അഡ്വക്കേറ്റ് ആയിരുന്നു, ഞങ്ങളെ കാര്യങ്ങൾ നോക്കിയിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തോട് ഞങ്ങൾ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചപ്പോൾ ആള് വളരെ വേണ്ടപ്പെട്ട രീതിയിൽ ഇതെടുത്ത്
ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് ജാമ്യം എടുത്തു തന്നപ്പോൾ അദ്ദേഹം ഹൈക്കോർട്ടിൽ ഇതിനെക്കുറിച്ചിട്ട് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തോട് വിളിച്ചു കഴിഞ്ഞാൽ ബാക്കി ഡീറ്റെയിൽസ് പറഞ്ഞുതരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നിങ്ങളുടെ ഈ ഒരു കാർ വാഷ് സ്ഥിതി ചെയ്യുന്ന ഈ ഒരു സ്ഥലം, ഈ ഒരു സ്ഥലത്തിൻ്റെ ഒരു ഈ ഒരു സ്ഥലം ഇപ്പോൾ നാട്ടുകാർ പറയുന്നതും അതുപോലെ തന്നെ ഈ നിങ്ങളെ ആക്രമിച്ചിട്ടുള്ള പ്രതികളടക്കം പറയുന്നത് ഈ സ്ഥലം ഒരു MDMA കേന്ദ്രം എന്നാണ്. ശരിക്കും അതിലെ യാഥാർത്ഥ്യം എന്താണ്? ഇത് യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കാലങ്ങളായിട്ട് ഒരു 10, 30, 40 വർഷത്തോളമായിട്ട് ഇതൊരു ഗ്രൗണ്ടായിരുന്നു. ഈ കാർ വാഷ് നിൽക്കുന്ന ഏരിയ ഒരു ഗ്രൗണ്ടായിരുന്നു. ഫുട്ബോൾ, ക്രിക്കറ്റ് എല്ലാം കളിക്കുന്ന ഒരു ഗ്രൗണ്ടായിരുന്നു ഇത്. ഈ ഗ്രൗണ്ടിൽ ഇവിടെ ചെക്കന്മാർ നിൽക്കും. അത് ഒരു 30 വർഷം മുമ്പ് മുതലുള്ള കാര്യമാണ് പറയുന്നത്. അങ്ങനെ ഒരു ടൗണിൽ നിന്ന് കുറച്ച് മാറിയുള്ള ഒരു ഗ്രൗണ്ടായിരുന്നു. ഈ ഗ്രൗണ്ടിൽ ഇപ്പോൾ ഈ കാർ വാഷ് വന്നിട്ട് ഒരു ഒന്നര വർഷം ആവുന്നേ ഉള്ളൂ. അതിന് മുമ്പേ ഇതിൻ്റെ ഈ ഒരു കാർ വാഷിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു ഹോട്ടലും ഒരു ചെറിയൊരു സ്റ്റേഷനറി ഷോപ്പും ഉണ്ട്. അപ്പോൾ ഈ സ്റ്റേഷനറി ഷോപ്പിൽ നിന്ന് സിഗരറ്റ് മേടിച്ച് ഈ ചെക്കന്മാർ സിഗരറ്റ് വലിക്കും. അതിൻ്റെ പേരിലും ഒക്കെയാണ് ഇവിടെ ഒരു ബാഡ് പേര് വന്നത് കുറച്ച് കാലമായിട്ട്. പിന്നെ ഇവിടെ ചിലർ ഇവിടെ ഒരു റൂം എടുത്തിട്ടുണ്ടായിരുന്നു. വ്യക്തികളുടെ പേരുകൾ ഞങ്ങൾ കറക്റ്റായിട്ട് പറയുന്നില്ല. അതെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആരെങ്കിലും പേരിൽ വെറുതെ എന്തെങ്കിലും ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ട് കാര്യമില്ല. അവർക്ക് വ്യക്തമായിട്ടുള്ള ഒരു കേസോ കാര്യങ്ങളോ ഉണ്ടെങ്കിലേ ഉള്ളൂ നമുക്ക് വേറൊരാളുടെ പേര് നമുക്ക് കറക്റ്റായിട്ട് ഉന്നയിക്കാൻ കഴിയുള്ളൂ. അവർ ഇവിടെ ചെയ്യാത്ത കാര്യങ്ങളൊന്നുമില്ല. അവർ ഈ സ്ഥലത്ത് അവരവരുടേതായ രീതിയിൽ ഈ പറയപ്പെടുന്ന പല ലഹരികളും ഉപയോഗിക്കുന്നതും അതിനെ സംബന്ധിച്ചിട്ട് വലിയ പ്രശ്നങ്ങളും കേസുകളും ആയ സംഭവങ്ങൾ വരെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അതൊന്നും ഞങ്ങളത് മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളതല്ല. പിന്നെ 4 ചെക്കന്മാർ കൂടിയിരിക്കുന്ന സ്ഥലം ഫുള്ള് ഇഷ്യൂ ആണ്. അവർ കഞ്ചാവാണ്, അവർ MDMA ആണെന്ന് പറഞ്ഞ് അവരുടെ ഒരു പേഴ്സണൽ ലൈഫിൽ കയറി ഒരു ഇഷ്യൂ ഉണ്ടാക്കുന്നതല്ല ഈ പറയപ്പെടുന്ന ഇവരുടെ രാഷ്ട്രീയ നിർബന്ധം. ഇവിടെ നിങ്ങളുടെ സഹോദരൻ്റെ പിതാവിനെ യാതൊരുവിധ തെറ്റും ചെയ്യാത്ത ഒരാളാണ് എന്ന് നിങ്ങൾ പറയുന്നു. അദ്ദേഹത്തെ പിടിച്ചുകൊണ്ട് പോകാനും അദ്ദേഹത്തെ ഈ രീതിയിൽ ഇവിടെയിട്ട് മർദ്ദിക്കാനും എന്തെങ്കിലും അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഈ പറയുന്ന പ്രതികൾക്ക് എന്തെങ്കിലും മുൻവൈരാഗ്യങ്ങൾ ഉണ്ടായിരുന്നു? ഈ പ്രതികൾക്ക് ഉണ്ട് എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ ഇതിൽ ഞങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ കളിച്ചു എന്ന് പറയുന്ന ആൾക്കാരുണ്ടല്ലോ. ഇപ്പോൾ ഈ റഷീദ് എന്നായിക്കോട്ടെ, ഈ പാക്കത്ത് യൂസ് എന്നായിക്കോട്ടെ, ഇവരിതിൻ്റെ മുന്നേ, അതായത് എൻ്റെ തറവാടിൽ മുന്നിലൊരു ഷോപ്പുണ്ട്, ബീഫ് സ്റ്റോൾ. ഈ ബീഫ് സ്റ്റോളിലായിരുന്നു ഈ ഫിറോസ്ക എന്ന് പറഞ്ഞ ആൾ വർക്ക് ഇരുന്നിരുന്നത്. അപ്പോൾ ഇവർ ഈ ബീഫ് സ്റ്റോളിൽ ഈ ബീഫിന് റേറ്റ് കൂട്ടി എന്ന് പറഞ്ഞിട്ട് ഒരു ഇഷ്യൂ ഉണ്ടായി. അതിൽ ഇഷ്യൂ ഉണ്ടാക്കിയതും അതിൻ്റെ പേരിൽ തുടങ്ങിയ ഇഷ്യൂ. പിന്നെ ഇത് ക്ലീൻ അല്ല, അത് ലൈസൻസ്ഡ് അല്ല ഇവരുടെ ബീഫ് സ്റ്റോൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ റഷീദ്, ഈ പാക്കത്ത് യൂസ് എന്നുള്ളവരൊക്കെ എന്ത് ചെയ്തു, ഒരു ഇഷ്യൂ ആക്കി ഇവർക്ക് പഞ്ചായത്തിൽ നിന്ന് നോട്ടീസ് കാര്യങ്ങളൊക്കെ കൊടുത്തു. അങ്ങനെ ഇത് കൊടുത്തിട്ട് അപ്പോൾ അവർ ഇത് പറഞ്ഞ ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ കേരളത്തിലുള്ള ബീഫ് സ്റ്റോളുകൾക്കൊന്നും ലൈസൻസുകളില്ല. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അലനല്ലൂർ പഞ്ചായത്തിലുള്ള എല്ലാ ബീഫ് സ്റ്റോളുകളും ചിക്കൻ സ്റ്റോളുകളും അടക്കണം, ഒന്നിനും ലൈസൻസ് ഇല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളത് മാത്രമായിട്ടുള്ളൊരു ഏകപക്ഷീയമായിട്ടുള്ളൊരു നിലപാട് എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ഇവർ ഇഷ്യൂ ഉണ്ടായി. അത് അങ്ങനെ തന്നെ ഈ ബീഫ് സ്റ്റോള് പിന്നെ തുറന്ന് പ്രവർത്തിക്കുകയും ചെയ്തു. അത് ഇവരൊരു ഇമേജിന് കോട്ടം തട്ടാനുള്ളൊരു കാരണമാവാം. അതുകൊണ്ടാവും, അങ്ങനത്തെ ചില കാര്യങ്ങൾ കൊണ്ടാവും ഇവരോട് മുൻവൈരാഗ്യം ഉള്ളത്. അന്ന് ഈ ഫിറോസ്ക ഇവർക്ക് വേണ്ടിയിട്ട്, ഇവരുടെ ബീഫ് സ്റ്റാളിൻ്റെ ഓണേഴ്സ് മഞ്ചേരിയിലുള്ള ഒരു ടീമായിരുന്നു. അവർക്ക് വേണ്ടിയിട്ട് ഈ ഫിറോസ്ക ഇവർക്കെതിരായിട്ട് നല്ല രീതിയിൽ സംസാരിച്ചതാണ്. ഈ മഞ്ചേരിക്കാർക്ക് വേണ്ടിയിട്ട് ഫിറോസ് എന്ന് പറയുന്ന നിങ്ങളുടെ സുഹൃത്തിന്റെ പിതാവ് സംസാരിച്ചതാണ്. അപ്പോൾ അതിൽ നിന്നുള്ള ഒരു വ്യക്തി വൈരാഗ്യമാവാം അവരിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സംഭവം നടന്നിട്ട് ഇപ്പോൾ ഏകദേശം എത്ര നാൾ? അത് കുറച്ചായോ, 2 വർഷം 3 വർഷമൊക്കെ ആയി. അപ്പോൾ അത്രയും കാലം മനസ്സിൽ വെച്ചിട്ടുള്ള ഒരു വൈരാഗ്യമാണ് ഇവിടെ ഈ ഒരു കാർ വാഷിലെത്തി അദ്ദേഹത്തെ തല്ലി തീർക്കുന്ന രീതിയിലേക്ക് എത്തിയത്. അദ്ദേഹം ഇതിൽ ഇൻവോൾവ് ആയതുകൊണ്ട് അദ്ദേഹത്തിന് ഈ ഒരു സാഹചര്യം മിസ്യൂസ് ചെയ്തതാവാം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതായത് അദ്ദേഹം ഇവിടെ അദ്ദേഹത്തിന്റെ മക്കളെ മർദ്ദിക്കുന്നത് കണ്ടപ്പോൾ സ്വാഭാവികമായിട്ടും ചോദിക്കാൻ വരുന്ന ആളാണ് അവര് സംസാരിച്ചിട്ടുണ്ടെന്നല്ലാതെ അവര് വേറൊരു വ്യക്തിയുടെ മേലിൽ തൊട്ടിട്ടില്ല. അതാ CCTV ഫുട്ടേജസിൽ കറക്റ്റായിട്ട് കാണാം. ആള് വേറൊരാളുടെ എതിർപക്ഷത്ത് വന്ന ഒരാളുടെ മേലിൽ തൊട്ടിട്ടില്ല. ആൾ സംസാരിച്ചിട്ടുണ്ട്, അല്ലാതെ വേറൊരാളുടെ മേലിൽ തൊട്ടിട്ടില്ല. ഈ സംഘർഷം നടക്കുന്ന സമയത്ത് ഇവർക്ക് പരിക്ക് പറ്റിയെന്ന പറഞ്ഞ സമയത്ത് ഈ ഫിറോസ്ക അവിടെ എത്തിയിട്ടേ ഇല്ല. അത് കഴിഞ്ഞൊരു അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഈ ഇഷ്യൂസ് വെറും സംസാരത്തിൽ ഒതുങ്ങി നിൽക്കുന്ന സമയത്ത് മാത്രമാണ് മൂപ്പര് ഇവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു വൈരാഗ്യം കൂടി ഈ ഒരു വിഷയത്തിലേക്ക് ഇൻവോൾവ് ആക്കിയതാണ് അവര്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു വ്യക്തിയെ തൊടാതെ ഉള്ള ആളെ അവര് 2ാം പ്രതി ആക്കേണ്ട ഉദ്ദേശം എന്താണ്? ഈ കേസിൽ 1ാം പ്രതിയാക്കിയിട്ടുള്ള ആളാരാണ്? ഈ ഫിറോസ് ഖാന്റെ മൂത്ത മോൻ, അതായത് എന്റെ സുഹൃത്ത് നിഹാലാണ് 1ാം പ്രതി.
അപ്പോൾ നിഹാലിന് നിലവിൽ ജാമ്യം അനുവദിച്ചിട്ടുണ്ട്. അനുവദിച്ചിട്ടുണ്ട്. ഞങ്ങളിത് ഹൈക്കോടതിയിൽ ഞങ്ങളെ വക്കീലിനോട് സംസാരിച്ചപ്പോൾ ആൾ കംപ്ലീറ്റ് ആയിട്ട് ഞങ്ങൾക്ക് അത്രയും ഒരു ഉറപ്പ് തന്ന് ഞങ്ങൾക്ക് വേണ്ടി നല്ല രീതിയിൽ അവിടെ എഫേർട്ട് ഇട്ട് ഞങ്ങൾക്ക് വേണ്ടി കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്ത് ഞങ്ങൾ വക്കീൽ ജഡ്ജിൻ്റെ അടുത്ത് ഇതിന് ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ച് ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അവിടുന്ന് റിപ്പോർട്ടിൽ കറക്റ്റായിട്ടത് പോലീസിൻ്റെ ഈ ഒരു നിഷ്പക്ഷമായിട്ടുള്ള ഈ ഏകപക്ഷീയമായിട്ടുള്ള ഈ ഒരു നിലപാടിനെതിരെ നല്ല രീതിയിൽ രൂക്ഷമായിട്ട് പറഞ്ഞിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്, കോടതി വിമർശിച്ചിട്ടുണ്ട്. അപ്പോൾ ഹൈക്കോടതി ഈ വിഷയത്തിൽ കൃത്യമായിട്ടുള്ള വിമർശനവും പോലീസിനെതിരെ നടത്തിയിട്ടുണ്ട്. കാരണം ഈ ഒരു ഏകപക്ഷീയമായി ഞങ്ങളെ ഇവിടെ നിൽക്കുന്ന ഞങ്ങളെ ഒരു ഏരിയയിൽ വന്ന് നിൽക്കുന്ന ഒരു 3 കിലോമീറ്റർ അപ്പുറത്തുള്ളവർ ഇവിടെ വന്ന് ഞങ്ങളെ അടിച്ച് ഇതുപോലെ പരിക്കാക്കി ഞങ്ങളുടെ സുഹൃത്തിൻ്റെ സ്ഥാപനം അടിച്ചു പൊളിച്ച് ഞങ്ങളുടെ ഇതിലൊന്നിലും പെടാത്ത എൻ്റെ സുഹൃത്തിൻ്റെ അനിയനെ പോലീസ് പിടിച്ച് അടിച്ച് അവൻ ഈ ഒരു പരുവത്തിലാക്കിയിട്ട് അവൻ്റെ കേസോ ഈ കാർ വാഷിൻ്റെ കേസോ എടുക്കാതെ ഈ പോലീസിൻ്റെ ഏകപക്ഷീയമായിട്ടുള്ള നിലപാടിനെ രൂക്ഷമായിട്ട് കോടതി വിമർശിച്ചിട്ടുണ്ട്. അതാണ് ഇപ്പോൾ നിങ്ങളുടെ സുഹൃത്തിന്റെ പിതാവിനോട് ഉണ്ടായിട്ടുള്ള ഒരു വൈരാഗ്യത്തിന്റെ ഒരു കാരണം എന്ന് നിങ്ങൾ സംശയിക്കുന്നത് ഒരു സംഭവം ഇതാണ്. അതും ഒരു കാരണമാണ്. ഇത് ഒരിക്കലും ഈ ഒരു കാർ തട്ടിയത് മാത്രമായിട്ടുള്ളൊരു പ്രശ്നമല്ല. ഇവർക്ക് കാലങ്ങളായിട്ടുള്ള ഒരു ഈഗോ വർക്കൗട്ട് ആയതാണെന്നാണ് എനിക്ക് തോന്നുന്നത് സാധ്യത. അല്ലാന്നുണ്ടെങ്കിൽ ഒരു കാർ തട്ടിയതിൻ്റെ പേരിൽ ഇവരാദ്യം തന്നെ വരുന്നു, ഞങ്ങളിവിടെ കിടക്കുന്ന തട്ടി പറഞ്ഞ കാർ തട്ടിയതിൻ്റെ ബാക്ക് ഗ്ലാസ് ആദ്യം തന്നെ ഒരു പ്രകോപനം ഇല്ലാതെ ആ കാറിൻ്റെ ഗ്ലാസ് അടിച്ചു ഒഴിക്കുന്നു. ഇവിടെ നിൽക്കുന്നവർ മൊത്തം അടിച്ചു ഒഴിക്കുന്നു. ഒരു 10-30 പേര് വന്നിട്ട് ഒരു ഗുണ്ടാ ലെവൽ ആക്ടിവിറ്റി ഇവിടെ കാണിച്ചിട്ട് അവർ വാദി പ്രതിവാദിയാവുന്ന സിറ്റുവേഷൻ ആക്കി മാറ്റിയിട്ട് ഞങ്ങൾ ഇത്രയും ദിവസം ഞങ്ങൾക്ക് നാട്ടിൽ നിന്ന് ഞങ്ങളെല്ലാവരും ഓരോരുത്തരും ഓരോ ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നടക്കുന്ന ആളാണ്, അല്ലാതെ തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്നവരല്ല. ഞാൻ ഒരു കൺസ്ട്രക്ഷൻ ഫീൽഡിലുള്ള ആളാണ്. എൻ്റെ ഒരു ഫ്രണ്ട് PWD കോൺട്രാക്ടറാണ്. ബാക്കിയുള്ളവരൊക്കെ ഡെയിലി വേജസിനും ബാക്കിയുള്ളതും ബിസിനസ്സും കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. ഞങ്ങൾ അങ്ങനെ തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്നവരല്ല. ഞങ്ങളെ ഇത്രയും ദിവസം ഞങ്ങളെ ഇവിടുന്ന് മാറി നിൽക്കുന്ന ഒരു സാഹചര്യം ആക്കി വെച്ചതും ഞങ്ങളുടെ ഈ വിലപ്പെട്ട രീതിയിൽ സമയം നശിപ്പിച്ചതും ഞങ്ങളെ ഈ ഒരു മാനഭംഗപ്പെടുത്തിയതും അതായത് ഞങ്ങൾക്ക് ഇത്രയും നാട്ടുകാരുടെ ഇടയിൽ ഞങ്ങളെ ഒരു ഇമേജ് കളയുന്ന രീതിയിലുള്ളൊരു വളരെ മോശമായിട്ടുള്ളൊരു രീതിയിലുള്ളൊരു കാര്യങ്ങളാണ് ഇവർ ഇത്രയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഈ ഒരു നാട്ടിലൊരു യുവാക്കളായിട്ടുള്ള ഞങ്ങളൊരു 25, 26, 27 വയസ്സുള്ള ഈ ചെക്കന്മാരായിട്ടൊന്നും ചെയ്യേണ്ട ഒരു രീതിയിലുള്ള ഡീലല്ല അവർ ചെയ്തത്. കാരണം ആരും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാത്തവരല്ല. ഈ പറയുന്ന വ്യക്തികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അറിയുന്ന ആൾക്കാർ തന്നെയാണ്. ഡയറക്റ്റായിട്ട് ഇൻവോൾവ് ഇല്ലെങ്കിലും ഇൻഡയറക്റ്റായിട്ട് അല്ലെങ്കിൽ എൻ്റെ ഒരു ഫാദറിൻ്റെ ബേസിൽ അങ്ങോട്ടും ഒക്കെ അറിയുന്നവർ ഈ ഒരു രീതിയിൽ ഒരിക്കലും ഇത് റിയാക്ട് ചെയ്യേണ്ട വിഷയമല്ല. ഇവർക്ക് ഒരു രാഷ്ട്രീയ സ്വാധീനം ഉണ്ടെന്ന് വെച്ചിട്ടും ഇവർക്കൊരു ഹോൾഡ് ഉണ്ടെന്ന് വെച്ചിട്ടും ആരെ എന്തും ചെയ്യാന്നുള്ളൊരു രീതിയിലൊരു തോന്നലൊന്നും ആർക്കും വേണ്ട ആവശ്യമില്ല. അതിനൊന്നും സമ്മതിക്കില്ല. അത് ഞങ്ങൾ ഇപ്രാവശ്യം ഈ ഒരു കാര്യത്തോടെ ഞങ്ങൾ തെളിയിച്ചതാണ്. ഇതിന് ഏതറ്റം വരെ ഞങ്ങൾ ഇതിന് പ്രതികരിക്കും.